ഹായ് മഞ്ഞ് എന്ന് വിചാരിക്കല്ലേ, ഇതെന്റെ പൂച്ചമ്മയാണ്. സലീമിന്റെ ലൈലെ പോലെയും കത്തമ്മിയുടെ കൊച്ചു മുതലാളി പോലെയും. ഇതാണ് പൂച്ചനായ എന്റെ പൂച്ചമ്മ. മീൻ ഇറക്കാൻ വന്ന മീൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണ മത്തി കഷ്ണമെടുത്താണ് ഞാൻ എന്റെ പൂച്ചമ്മയെ വളച്ചത്. അടിച്ചു മാറ്റാനുള്ള എന്റെ ഈ കഴിവ് കണ്ടിട്ടാണ് പൂച്ചമ്മ മത്തിയുടെ മുകളിലേക്ക് നൈസ് ഉരുന്നത് പോലെ എന്റെ പ്രണയത്തിൽ ഉരുകി വീണത്. കുറെ പൂച്ചത്തണ്ടികൾ ഇവിടെ വന്ന് വളയ്ക്കാൻ നോക്കിയതാ, പക്ഷെ എന്റെ ഭാര്യ ആയോണ്ട് പറയല്ല. തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് മുന്നിൽ പുലിയാണോ മലയാണോ ഒന്നും കണ്ടാ മനസ്സിലാക്കുക. അമ്മ അതൊരു തീറ്റയല്ലേ അവൻ തിന്നുന്നത്. അങ്ങനെയാണ് പൂച്ചനായ എനിക്ക് എന്റെ പൂച്ചമ്മയെ കിട്ടിയത്. ഷാജഹാൻ തന്റെ മുംതാസിന് ഒരു താജ്മഹൽ പണിത പോലെ ഞാൻ എന്റെ പൂച്ചമ്മയ്ക്ക് ഒരു പൂച്ചമഹലും പണിയും. പൂച്ച മനുഷ്യ, നിങ്ങൾ ഇതേ ഡയലോഗാണ് അപ്പുറത്തെ വീട്ടിലെ കിച്ചമ്മയ്ക്കും സൂസി പൂച്ചയോടും പറഞ്ഞത്. എന്നിട്ട് താൻ അവർക്ക് പൂച്ചമേൽ പണ്ട് കൊടുത്തോ? ഇല്ലല്ലോ. എന്തായാലും അപ്പുറത്ത് പോയി ഇരിക്കണം മനുഷ്യൻ. അപ്പുറത്തെ സുട്ടാപ്പി ഇരിപ്പുണ്ട്. അവൻ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് എന്റെ അപ്പനെ പോലെ ആകണമെന്ന് പറയാതിരുന്നാ മതിയായിരുന്നു. മുതലാളി, ഇയാളെന്ന് വിളിച്ചോണ്ട് പോ മുതലാളി. ഇതോടെ പൂച്ചോളി വ്ലോഗിലെ പ്രണയകഥ അവസാനിക്കുകയാണ്. Till we meet next time, this is Puchen signing out.